ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിക് ഗേറ്റ്സ് എന്ന ടോപ്പിക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. മാത്രമല്ല നമ്മുടെ മൊഡ്യൂൾ 2-ലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ലോജിക് ഗേറ്റ്സ് എന്നുള്ളത്. സിമ്പിളായതുകൊണ്ട് തന്നെ ചെറിയ വീഡിയോ ആയിരിക്കും. കൂടുതലും ഇതിൽ നിന്ന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും എന്താണ് ഒരേ കണക്ക് തന്നെ ഇരിക്കുകയാണ്. തിരിച്ചും മറിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വേർഡ്സൊക്കെ മാറ്റിയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. എന്തായാലും ചോദിച്ചിട്ടുള്ള മാക്സിമം ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ലോജിക് ഗേറ്റ്സിനെ പറ്റി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ലോജിക് ഗേറ്റ്സ് എന്ന ടോപ്പിക്കിൽ നിന്നും കേരള PSC, SSC, UPSC തുടങ്ങിയ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യമേ പതിവ് പോലെ നമുക്ക് ലോജിക് ഗേറ്റിനെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് PYQs നോക്കാം. അപ്പോൾ നോക്കിക്കേ, വാട്ട് ഈസ് എ ലോജിക് ഗേറ്റ്? ഒരു ലോജിക് ഗേറ്റ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് ആദ്യം നോക്കാം. നോക്കിക്കേ, എ ലോജിക് ഗേറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് കമ്പോണൻറ്റ് ഓർ സർക്യൂട്ട് ദാറ്റ് വർക്ക്സ് ഓൺ ബൈനറി സിഗ്നൽസ്, ദാറ്റ് ഈസ് 0 and 1 ആൻഡ് പ്രൊഡ്യൂസസ് എ ലോജിക്കൽ ഔട്ട്പുട്ട് ബേസ്ഡ് ഓൺ സർട്ടൈൻ റൂൾസ്. എന്താണ് ഒരു ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ഇലക്ട്രോണിക് കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഒരു സർക്യൂട്ടാണ്. അത് വർക്ക് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? ബൈനറി സിഗ്നൽസായ 0 and 1 അതിൻ്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യും? ഒരു ലോജിക്കൽ ഔട്ട്പുട്ട് ഒരു സർട്ടൈൻ റൂൾസൊക്കെ വെച്ച് അത് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ലോജിക് ഗേറ്റ് ചെയ്യുന്നത്. They are the building blocks of digital circuits, computers, calculators, processors, mobile chips, memory units, etc. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞവയുടെ എല്ലാം, അതായത് ഡിജിറ്റൽ സർക്യൂട്ട്സിൻ്റെയും കമ്പ്യൂട്ടേഴ്സിൻ്റെയും കാൽക്കുലേറ്റേഴ്സ്, പ്രോസസ്സേഴ്സ്, മൊബൈൽ ചിപ്സ്, മെമ്മറി യൂണിറ്റ്സ്, ഇതിൻ്റെ എല്ലാം ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ലോജിക് ഗേറ്റ്സ് ആണ്. അടുത്തത് നമുക്ക് ബേസിക് ലോജിക് ഗേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിൻ്റെ പ്രത്യേകതകൾ നോക്കിക്കേ. ഗീവ്സ് ഔട്ട്പുട്ട് 1 only if all inputs are 1. എന്താണ്? എല്ലാ ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് നമുക്ക് 1 കിട്ടുകയുള്ളൂ. ഈവൻ 1 0 എമംഗ് ഇൻപുട്ട്സ് ഔട്ട്പുട്ട് ബിക്കം 0. എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ ഒരെണ്ണം 0 ആയാൽ പോലും ഔട്ട്പുട്ട് 0 ആയി പോവും, 1 കിട്ടില്ല. അതായത് ഒരെണ്ണം മാത്രം 0, ബാക്കി എല്ലാം 1, എന്നാൽ പോലും നമ്മുടെ ഔട്ട്പുട്ട് 0 ആയി പോവും, 1 കിട്ടില്ല. 1 കിട്ടണമെങ്കിൽ എല്ലാ ഇൻപുട്ടും 1 തന്നെ ആയിരിക്കണം. അതാണ് ആൻഡ് ഗേറ്റിൻ്റെ പ്രത്യേകത. ഇനി ആൻഡ് ഗേറ്റ് നമുക്ക് എവിടെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? യൂസ്ഡ് വെയർ ഓൾ കണ്ടീഷൻസ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്, ലൈക്ക് പാസ്വേഡ് പ്ലസ് ഫിംഗർ പ്രിൻറ്റ് ബോത്ത് റിക്വയർഡ്. എന്താണ്? നമ്മുടെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയിരിക്കുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻസിലാണ് നമ്മൾ ആൻഡ് ഗേറ്റ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ എന്താണ്? പാസ്വേഡ് പ്ലസ് ഫിംഗർ പ്രിൻറ്റ്. എന്താണ്? ഒരെണ്ണം തെറ്റിയാൽ പോലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ ആൻഡ് ഗേറ്റ് ഉപയോഗിക്കുന്നത്. ഇനി ഓർ ഗേറ്റ് നോക്കാം. രണ്ടാമത്തേത് ഓർ ഗേറ്റ്. നോക്കിക്കേ, ഗീവ്സ് ഔട്ട്പുട്ട് 1 ഇഫ് അറ്റ്ലീസ്റ്റ് 1 ഇൻപുട്ട് ഈസ് 1. എന്താണ്? ഒരു ഇൻപുട്ടെങ്കിലും 1 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് 1 കിട്ടും. only when all inputs are 0 ഔട്ട്പുട്ട് ബിക്കം 0. എന്താണ്? എല്ലാ ഇൻപുട്ടും 0 ആയിരിക്കുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് 0 ആവത്തുള്ളൂ. അപ്പോൾ നോക്കിക്കേ, യൂസ്ഡ് വെയർ എനി 1 കണ്ടീഷൻ ഈസ് ഇനഫ്. എന്താണ്? ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ വർക്ക് ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻസിനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഓർ ഗേറ്റ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, നമ്മുടെ ചില റൂമിൽ ഫാനിൻ്റെ 2 സ്വിച്ച് കാണും അല്ലേ? അതായത് ചിലരുടെ ബെഡിനടുത്തൊരു സ്വിച്ച് കാണും, അല്ലാതെ കോമൺ ആയിട്ടൊരു സ്വിച്ച് കാണും. അപ്പോൾ എന്താണ്? ഏതെങ്കിലും ഒരു സ്വിച്ച് ഇട്ടാൽ മതി അല്ലേ, ഫാൻ കറങ്ങും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വിച്ച് ചെയ്താൽ മതി. അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ ഓർ ഗേറ്റ് ഉപയോഗിക്കുക. അടുത്തത് നോട്ട് ഗേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇൻവെർട്ടർ എന്ന് പറയും. അതായത് ഇൻവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? തിരിച്ച്, ഓപ്പോസിറ്റ് അല്ലേ, തല തിരിച്ച്. നോക്കിക്കേ, ഹാസ് 1 ഇൻപുട്ട് ആൻഡ് 1 ഔട്ട്പുട്ട്. എന്താണ്? ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ട് മാത്രമേ എവിടെ കാണുള്ളൂ? നോട്ട് ഗേറ്റിൽ കാണുള്ളൂ. ഔട്ട്പുട്ട് ഈസ് ഓൾവേസ് ദ ഓപ്പോസിറ്റ്, 1 ബിക്കംസ് 0, 0 ബിക്കംസ് 1. എന്താണ്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏത് ഇൻപുട്ട് കൊടുക്കുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 1 ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0 ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇങ്ങനെ ഇൻവേർട്ടഡ് ആയിരിക്കും.
അതാണ് നോട്ട് ഗേറ്റിൻ്റെ പ്രത്യേകത. ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് വെൻ വി നീഡ് റിവേഴ്സ് ലോജിക് ഓർ നെഗേഷൻ. എന്താണ്, നമുക്ക് റിവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ തല തിരിഞ്ഞത് അല്ലെങ്കിൽ തിരിച്ചുള്ള ഒരു കാര്യമാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നോട്ട് ഗേറ്റ്. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്, അലാം ഓൺ വെൻ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു ഓഫ്. അതായത് നമ്മൾ ഇവിടെ അലാം പറയുന്നത് ഡോറിൻ്റെയൊക്കെ അലാമാണ്. ചില സ്ഥലത്തൊക്കെ നമുക്കറിയാം അല്ലേ, എന്താണ്, ഡോറിലേക്ക് സെൻസേഴ്സ് കാണും. അപ്പോൾ ഡോറ് ക്ലോസ് ആയിട്ട് ഇരിക്കുമ്പോൾ എന്താണ്, അലാറം കേൾക്കില്ല. ഡോർ ഓപ്പണായി കിടക്കുമ്പോൾ ചിലപ്പം അലാം കേൾക്കും, നമ്മളെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്? അവിടെ സെൻസറുണ്ട്, ഒരു സെൻസറുണ്ട്. അപ്പോൾ ആ സെൻസറായിരിക്കും ഇൻപുട്ട് കൊടുക്കുക നമ്മുടെ നോട്ട് ഗേറ്റിന്. അപ്പോൾ സെൻസറിൽ 0 ഇൻപുട്ട് ആയിരിക്കുമ്പോൾ നമ്മുടെ ഡോർ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് അവിടെ 0 കൊടുക്കുമ്പോൾ നമ്മുടെ നോട്ട് ഗേറ്റിൽ എന്തായിരിക്കും, 1 ആണ്. അവിടെ അലാം വേണ്ട, അതിന് പകരം അതാണ് ഒരു സിറ്റുവേഷൻ. അതേ സ്ഥാനത്ത് നമ്മുടെ സെൻസർ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമ്മുടെ നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിട്ട് വരും. അപ്പോൾ എന്താണ്, അലാം കേൾക്കും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, നോട്ട് ഗേറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഡിറൈവ്ഡ് ഓർ യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. അത് നോക്കിക്കേ, നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നോട്ട് പ്ലസ് ആൻഡ് കമ്പൈൻഡ്. നോട്ട് ഗേറ്റും ആൻഡ് ഗേറ്റും കൂടെ കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന ഗേറ്റാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് ഓർ ഡിറൈവ്ഡ് ഗേറ്റ്സ് എന്ന് പറയുന്നത്. നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നാൻഡ് ഗേറ്റിൻ്റെ പ്രത്യേകത? വർക്ക്സ് ലൈക്ക് ആൻ ആൻഡ് ഗേറ്റ് ഫസ്റ്റ്, ദെൻ ഇൻവേർട്സ് ദ റിസൾട്ട്. എന്താണ്, ആദ്യമേ ഈ നാൻഡ് ഗേറ്റ് ആൻഡ് ഗേറ്റ് പോലെ പ്രവർത്തിക്കും. എന്നിട്ട് അതിൻ്റെ റിസൾട്ട്, നമുക്ക് തരുന്ന റിസൾട്ട് എന്ത് ചെയ്യും, ഇൻവേർട്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരു ഗേറ്റാണ് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഔട്ട്പുട്ട് ഈസ് 1 ഫോർ ഓൾ കണ്ടീഷൻ എക്സെപ്റ്റ് വെൻ ഓൾ ഇൻപുട്ട്സ് ആർ 1. എന്താണ്, ഔട്ട്പുട്ട് 1 ആയിരിക്കും. എപ്പോൾ, എല്ലാ കണ്ടീഷനിലും ഔട്ട്പുട്ട് 1 ആയിരിക്കും. എക്സെപ്റ്റ് എപ്പോഴാണ്, എല്ലാ ഇൻപുട്ടും 1 ആയിരിക്കുമ്പോൾ ഒഴിച്ച് ബാക്കി എല്ലാ കണ്ടീഷനിലും ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതാണ് നാൻഡ് ഗേറ്റിൻ്റെ പ്രത്യേകത. ഇതെന്താണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. അതായത് യൂണിവേഴ്സൽ ഗേറ്റിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ PSC ചോദിക്കാറുണ്ട്. ഇനി അടുത്തത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണ്, ഈ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാൻ കാരണം എന്താണ്, നമുക്ക് ബാക്കി ഗേറ്റ്സൊക്കെ ഇത് വെച്ചിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. വി ക്യാൻ ബിൽഡ് എവറി അതർ ഗേറ്റ് യൂസിങ് ഓൺലി നാൻഡ്. അടുത്തത് നോർ ഗേറ്റ്. നോർ ഗേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നോട്ട് പ്ലസ് ഓർ കമ്പൈൻഡ്. നോട്ടും ഓറും കൂടെ ചേർത്ത് കൊണ്ടിട്ടാണ് നോർ ഗേറ്റ് ഉണ്ടാക്കുന്നത്. നോക്കിക്കേ, വർക്ക്സ് ലൈക്ക് ആൻ ഓർ ഗേറ്റ് ഫസ്റ്റ്, ദെൻ ഇൻവേർട്സ് ദ റിസൾട്ട്. എന്താണ്, ആദ്യമേ ഒരു ഓർ ഗേറ്റ് പോലെ പ്രവർത്തിക്കും, പിന്നീട് അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്ത് തരും, ഇൻവേർട്ട് ചെയ്ത് തരും. അതാണ് നോർ ഗേറ്റ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഈസ് 1 only when all inputs are 0. ഔട്ട്പുട്ട് 1 കിട്ടുന്നത് എപ്പോൾ മാത്രമാണ്, എല്ലാ ഇൻപുട്ട്സും 0 ആയിരിക്കുമ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് 1 കിട്ടുക. ആൾസോ എ യൂണിവേഴ്സൽ ഗേറ്റ്, എനി ലോജിക് സർക്യൂട്ട് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ഓൺലി നോർ. എന്താണ്, നോർ ഗേറ്റും നാൻഡ് ഗേറ്റിനെ പോലെ എന്താണ്, ഒരു യൂണിവേഴ്സൽ ഗേറ്റാണ്. കാരണം നമുക്ക് നോർ ഗേറ്റ് ഉപയോഗിച്ചും ബാക്കി എല്ലാ ലോജിക് സർക്യൂട്ട്സും ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നോർ ഗേറ്റ് ആൻഡ് നാൻഡ് ഗേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദേ ആർ കോൾഡ് ആസ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. എന്താണ്, ഓപ്ഷൻസിൽ കുറേ ഗേറ്റ്സ്, ഡിഫറെൻറ്റ് ഗേറ്റ്സ് തരും. അതിൽ ഒന്നുകിൽ ഇടയിൽ ആര് കാണും, നാൻഡ് കാണും, അല്ലെങ്കിൽ നോർ കാണും. ഇതിൽ ഏതാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് ചോദിക്കും. ചിലപ്പോൾ രണ്ടും ഉണ്ടെങ്കിൽ എന്താണ്, ബോത്ത് ഓഫ് ദം എഴുതണം കേട്ടോ. ഇനി അടുത്തത് സ്പെഷ്യൽ ഫങ്ഷൻ ഗേറ്റ്സ്. എന്താണ്, സ്പെഷ്യൽ ഫങ്ഷൻ ഗേറ്റ്സ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. ഇത് കൂടുതലും UPSC അല്ലെങ്കിൽ IAS ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. PSCയും ചോദിക്കാറുണ്ട്, ഹയർ എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കിക്കേ, എക്സ് ഓർ ഗേറ്റ്. എന്താണ്, എക്സ് ഓർ ഗേറ്റ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഓർ എന്നൊക്കെ നമുക്ക് പറയാം. എന്താണ്, പ്രൊഡ്യൂസസ് 1 only when ഇൻപുട്ട്സ് ആർ ഡിഫറെൻറ്റ്. എന്താണ്, ഇൻപുട്ട്സ് ഡിഫറെൻ്റ് ആയിരിക്കുമ്പോഴാണ് അത് ഔട്ട്പുട്ടായിട്ട് 1 തരുന്നത്.
ഇഫ് ബോത്ത് ആർ സെയിം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇൻപുട്സ് സെയിം ആണെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് എന്തായിപ്പോവും, 0 ആയിപ്പോവും. യൂസ്ഡ് ഇൻ ആഡേഴ്സ്, പാരിറ്റി ചെക്ക്, ഇറർ ഡിറ്റക്ഷൻ ഇൻ ഡേറ്റ ട്രാൻസ്മിഷൻ. ഇതിലൊക്കെയാണ് എന്തുപയോഗിക്കുന്നത്, XOR ഗേറ്റ് ഉപയോഗിക്കുന്നത്. അടുത്തത് XNOR ഗേറ്റ് ആണ്, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് NOR ഗേറ്റ് എന്ന് പറയാം. നോക്കിക്കേ, ഓപ്പോസിറ്റ് ഓഫ് XOR ഗേറ്റ്. XOR ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് XNOR ഗേറ്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, പ്രൊഡ്യൂസസ് 1 വെൻ ഇൻപുട്ട്സ് ആർ സെയിം. നമ്മൾ പറഞ്ഞു XOR ഗേറ്റിൽ എന്താണ്, എപ്പോൾ മാത്രമേ 1 തരുള്ളൂ, ഇൻപുട്ട്സ് ഡിഫറെൻ്റ് ആയിരിക്കുമ്പോൾ. XNOR അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് പ്രൊഡ്യൂസസ് 1 വെൻ ഇൻപുട്ട്സ് ആർ സെയിം. ഇൻപുട്ട്സ് സെയിം ആയിരിക്കുമ്പോഴാണ് XNOR ഗേറ്റ് 1 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ഫോർ മാച്ചിങ് ഓർ കമ്പാരിസൺ സർക്യൂട്ട്സ് ലൈക്ക് ഡിജിറ്റൽ കമ്പാരിസൺ, പാസ്വേഡ് ചെക്കിംഗ്. അതിനൊക്കെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ഡിജിറ്റൽ കമ്പാരിസണിനും പാസ്വേഡ് ചെക്കിങ്ങിന്, മാച്ചിങ്, കമ്പാരിസൺ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് XNOR ഗേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. വൈ NAND ആൻഡ് NOR ആർ ഇമ്പോർട്ടൻ്റ്. എന്താണ്, NAND ഗേറ്റും NOR ഗേറ്റും എന്താണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് ചോദ്യം. എന്താണ്, ദേ ആർ കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. കാരണം അവയെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നാണ് പറയുന്നത്. യൂസിങ് ഓൺലി NAND ഗേറ്റ്സ് ഓർ ഓൺലി NOR ഗേറ്റ്സ് യു ക്യാൻ ബിൽഡ് AND, OR, NOT, XOR, XNOR എവറി സർക്യൂട്ട്. ദിസ് ഈസ് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ഇൻ PSC. എന്താണ്, ഇവ ഫ്രീക്വൻ്റ് ആയിട്ട് PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. NAND ആൻഡ് NORൻ്റെ പ്രത്യേകതകൾ. കാരണം എന്താണ്, അത് യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ്. അത് വെച്ചിട്ട് ബാക്കി എല്ലാം നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അത് എപ്പോഴും ഓർത്ത് വെച്ചേക്കണേ. ഇനി ക്വിക്ക് റിവിഷനായിട്ട് ഞാൻ തന്നേക്കാണ് ഈ ബോക്സ്. നോക്കിക്കേ, ആൻഡിൻ്റെ പ്രത്യേകം നോക്കിക്കേ, ഔട്ട്പുട്ട് ഈസ് 1 ഒൺലി വെൻ ഓൾ ഇൻപുട്ട്സ് ആർ 1. എന്താണ്, ഔട്ട്പുട്ട് 1 ആയിരിക്കുന്നത് എപ്പോൾ മാത്രമാണ്, എല്ലാ ഇൻപുട്ട്സും 1 ആയിരിക്കുമ്പോൾ. ഇനി OR നോക്കിക്കേ, ഔട്ട്പുട്ട് ഈസ് 1 ഇഫ് അറ്റ്ലീസ്റ്റ് 1 ഇൻപുട്ട് ഈസ് 1. എന്താണ്, അറ്റ്ലീസ്റ്റ് ഒരു ഇൻപുട്ടെങ്കിലും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇനി നോട്ടിൻ്റെ നോക്കിക്കേ, ഔട്ട്പുട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ഇൻപുട്ട്. എന്ത് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഇനി NAND ഗേറ്റിനെ നോക്കിക്കേ, എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്, AND പ്ലസ് NOT ആണ് അല്ലേ. ആൾവേസ് 1 എക്സെപ്റ്റ് ഓൾ 1. എന്താണ്, എല്ലാം 1 ആയിരിക്കുമ്പോൾ ഒഴിച്ച് എന്താണ് ബാക്കി സിറ്റുവേഷൻസിലെല്ലാം നമുക്ക് 1 കിട്ടും. ഇനി NOR നോക്കിക്കേ, OR പ്ലസ് NOT ആണ്. ഓൺലി 1 വെൻ ഓൾ ഇൻപുട്ട്സ് ആർ 0. എന്താണ്, എല്ലാ ഇൻപുട്ട്സും 0 ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് 1 ഔട്ട്പുട്ടായിട്ട് കിട്ടുകയുള്ളൂ. ഈ NANDൻ്റെയും NORൻ്റെയും പ്രത്യേകത, രണ്ടും യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ്. ഇനി XOR എന്താണ്, ഔട്ട്പുട്ട് 1 വെൻ ഇൻപുട്ട്സ് ഡിഫേഴ്സ്. എന്താണ്, ഇൻപുട്ട് ഡിഫറെൻ്റ് ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇനി XNOR എന്താണ്, ഔട്ട്പുട്ട് 1 വെൻ ഇൻപുട്ട്സ് മാച്ച്. എന്താണ്, ഇൻപുട്ട്സ് മാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെയിം ആയിരിക്കുമ്പോഴാണ് ഔട്ട്പുട്ട് നമുക്ക് 1 കിട്ടുക. ഇനി നമുക്ക് PYQs നോക്കാം. നോക്കിക്കേ, വിച്ച് ഗേറ്റ് ഈസ് കോൾഡ് ദ യൂണിവേഴ്സൽ ഗേറ്റ്. ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഗേറ്റാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്നാണ് ചോദ്യം. ഏതാണ്, NAND ഗേറ്റ് ആണ് അല്ലേ. NAND ഗേറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കൺസ്ട്രക്ട് ഓൾ ലോജിക് ഗേറ്റ്സ്. 2022 PSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഔട്ട്പുട്ട് ഓഫ് XOR ഗേറ്റ് ഈസ് ഹൈ വെൻ ഡാഷ്. എന്താണ്, XOR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കുന്നത് എപ്പോഴെന്നാണ് ചോദ്യം. ഹൈ എന്ന് വെച്ചാൽ അറിയാലോ, 1 കിട്ടുന്നത് എപ്പോഴെന്നാണ് ചോദിച്ചേക്കുന്നത്. എപ്പോഴാണ്, ഇൻപുട്ട്സ് ആർ ഡിഫറെൻ്റ് അല്ലേ. XOR ഗേറ്റിൽ എങ്ങനെയാണ്, 1 കിട്ടണമെങ്കിൽ ഇൻപുട്ട്സ് ഡിഫറെൻ്റ് ആയിരിക്കണം. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്സ് ഡിഫറെൻ്റ് ആയിരിക്കണം. അപ്പോൾ നോക്കിക്കേ, XOR ഇസ് ഈക്വൽ ടു 1 ഫോർ ഓഡ് നമ്പേഴ്സ് ഓഫ് വൺസ്. എന്താണ്, 1ൻ്റെ എണ്ണം, വൺസിൻ്റെ എണ്ണം ബൈനറിയിൽ 2 എണ്ണം ഉണ്ടല്ലേ, 0യും ഉണ്ട് 1ഉം ഉണ്ട്. അതിൽ വൺസിൻ്റെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ എന്താണ്, XOR ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ. അതിൻ്റെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് ഓഡ് നമ്പർ ഓഫ് വൺസ് എന്ന് വെച്ചാൽ എന്താണ്, അവിടെ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലത് 0 ആയിരിക്കും അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഡിഫറെൻ്റ് ആയിരിക്കുമ്പോഴല്ലേ നമുക്ക് XOR ഗേറ്റിൽ ഹൈ വാല്യൂ അല്ലെങ്കിൽ 1 കിട്ടുക. അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം, വിച്ച് ഗേറ്റ് ഗീവ്സ് ഹൈ ഔട്ട്പുട്ട് ഓൺലി വെൻ ബോത്ത് ഇൻപുട്ട്സ് ആർ ലോ. അതായത് ഏത് ഗേറ്റാണ് ഹൈ ഔട്ട്പുട്ട് തരുന്നത്, ഇൻപുട്ട്സ് രണ്ടും ലോ ആയിരിക്കുമ്പോൾ ഏത് ഗേറ്റാണ് ഹൈ ഔട്ട്പുട്ട് തരുന്നത്.
ഏതാണ്? നോർ ഗേറ്റ് ആണ് അല്ലേ. എന്താണ്? നോർ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? നോട്ട് പ്ലസ് ഓർ ആണ് അല്ലേ. അത് 1 തരുന്നത് എപ്പോൾ മാത്രമാണ്? നമ്മൾ കൊടുക്കുന്ന രണ്ട് ഇൻപുട്ടും 0 ആയിരിക്കുമ്പോഴാണ്. 0 അത് 1 തരുന്നത്. SSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, എക്സ് നോർ ഗേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. എന്താണ്? എക്സ് നോർ ഗേറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ചോദിച്ചേക്കുന്നത്. ഇത് PSC 2025 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കമ്പാരേറ്റർ എന്നാണ്. നോക്കിക്കേ, എക്സ് നോർ ഗീവ്സ് 1 വെൻ ബോത്ത് ഇൻപുട്ട്സ് ആർ ഈക്വൽ. എക്സ് നോർ എപ്പോഴാണ് നമുക്ക് 1 തരുന്നത്? രണ്ട് ഇൻപുട്ടും ഈക്വൽ ആയിരിക്കുമ്പോൾ അല്ലേ. നമ്മൾ പറഞ്ഞു എക്സ് നോർ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമുക്ക് ഈ ആൻസർ എഴുതാം. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് കമ്പാരേറ്റർ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ഗേറ്റ്. താഴെ കുറച്ച് ഗേറ്റ്സ് തന്നിട്ടുണ്ട്. അതിലേതാണ് യൂണിവേഴ്സൽ ഗേറ്റ് അല്ലാത്തത് എന്നാണ് ചോദ്യം. അപ്പോൾ ഏതാണ്? ആൻഡ് ഗേറ്റ് ആണ് അല്ലേ. നമുക്കറിയാം നാൻഡ് ഗേറ്റും നോർ ഗേറ്റും യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. അല്ലാത്തതായിട്ട് ഓപ്ഷനിൽ ആൻഡ് മാത്രമേ ഉള്ളൂ. നോക്കിക്കേ, യൂണിവേഴ്സൽ ഗേറ്റ്സ് നാൻഡ് നോർ ഓൺലി. കേരള PSC 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, ദ ഔട്ട്പുട്ട് ഓഫ് ആൻ ആൻഡ് ഗേറ്റ് ഈസ് ലോ വെൻ ഡാഷ്. എന്താണ്? ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ലോ ആയിരിക്കുന്നത് എപ്പോഴെന്നാണ് ചോദ്യം. ലോ മീൻസ് 0 ആയിരിക്കുന്നത് എപ്പോഴെന്നാണ് ചോദ്യം. എപ്പോഴാണ്? എനി ഇൻപുട്ട് ഈസ് ലോ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലോ അല്ലെങ്കിൽ 0 ആയാൽ എന്താണ്? ആൻഡിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ലോ ആയിരിക്കും. നോക്കിക്കേ, ആൻഡ് ഈൽസ് 1 only when both 1. എന്താണ്? ആൻഡിൽ എപ്പോൾ മാത്രമേ നമുക്ക് 1 കിട്ടുകയുള്ളൂ? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് രണ്ടും 1 ആവുമ്പോൾ മാത്രമേ നമുക്ക് ആൻഡിൽ 1 കിട്ടുകയുള്ളൂ. ഏതെങ്കിലും ഒന്ന് ലോ ആയിപ്പോയാൽ അല്ലെങ്കിൽ 0 ആയിപ്പോയാൽ എന്താണ്? നമ്മുടെ ഔട്ട്പുട്ടും ലോ ആയിരിക്കും, 0 ആയിരിക്കും. ഇത് 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, ഇൻ എ നോട്ട് ഗേറ്റ് ദ ഔട്ട്പുട്ട് ഈസ് ഡാഷ്. എന്താണ്? ഒരു നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. എങ്ങനെയായിരിക്കും? കോംപ്ലിമെൻറ്റ് ഓഫ് ഇൻപുട്ട് ആയിരിക്കും അല്ലേ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഏത് കൊടുക്കുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതാണ് നോട്ട് ഗേറ്റിൻ്റെ പ്രത്യേകത. നോക്കിക്കേ, നോട്ട് ഗേറ്റ് ഇൻവേർട്ടർ ആണ് അല്ലേ. ഇൻവേർട്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞു. 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, വിച്ച് ലോജിക് ഗേറ്റ് ഔട്ട്പുട്ട്സ് 1 only ഇഫ് ബോത്ത് ഇൻപുട്ട്സ് ആർ 1. എന്താണ്? രണ്ട് ഇൻപുട്ടും 1 ആയിരിക്കുമ്പോൾ മാത്രം ഔട്ട്പുട്ട് 1 തരുന്നത് ഏത് ലോജിക് ഗേറ്റ് ആണെന്നാണ് ചോദ്യം. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ചോദ്യത്തിൻ്റെ ഉണ്ടോ, വേർഡ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വേറെ രീതിയിൽ ചോദിച്ചേക്കുന്നു. ആൻസർ ഏതാണ്? ആൻഡ് ഗേറ്റ് ആണ്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ. ആൻഡ് 1 തരുന്നത് എപ്പോൾ മാത്രമാണ്? 1 1. അതായത് രണ്ടും സെയിം 1 ഹൈ വാല്യൂസ് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് തരുള്ളൂ? 1 തരുള്ളൂ. 2014 PSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, ദ ലോജിക് ഗേറ്റ് ദാറ്റ് വിൽ ഹാവ് ഹൈ ദാറ്റ് ഈസ് 1 അറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് വെൻ എനി വൺ ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് ഈസ് ഹൈ ഈസ് എ ഓർ ആൻഡ് ഡാഷ്. എന്താണ്? ഏത് ലോജിക് ഗേറ്റിലാണ് ഹൈ വാല്യൂ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്? എപ്പോൾ? ഇൻപുട്ടിൽ ഏതെങ്കിലും ഒന്ന് ഹൈ ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് ഹൈ വാല്യൂ കിട്ടുന്നത് ഏത് ലോജിക് ഗേറ്റിലാണെന്നാണ് ചോദ്യം. ഏതിലാണ്? ഓർ ഗേറ്റിലാണ്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ. ഓർ ഗേറ്റ് ഔട്ട്പുട്ട്സ് 1 ഇഫ് അറ്റ്ലീസ്റ്റ് 1 ഇൻപുട്ട് ഈസ് 1. എന്താണ്? ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാൽ പോലും നമുക്ക് ഓർ ഗേറ്റ് എന്ത് തരും? ഔട്ട്പുട്ടായിട്ട് 1 തരും. അതാണ് ഓർ ഗേറ്റിൻ്റെ പ്രത്യേകത. ഇത് 2022 PSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സ്. എന്താണ്? ഈ താഴെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സ് എന്നാണ് ചോദ്യം. അറിയാമല്ലോ, നാൻഡ് ഗേറ്റും നോർ ഗേറ്റും ആണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ. നാൻഡ് ആൻഡ് നോർ ക്യാൻ ബി യൂസ്ഡ് ടു ബിൽഡ് എനി അതർ ഗേറ്റ്, ദാറ്റ് ഈസ് വൈ ദേ ആർ കോൾഡ് യൂണിവേഴ്സൽ. 2022 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. കേരള PSC തന്നെ ചോദിച്ചതാണ്. അടുത്ത ചോദ്യം, ദ നാൻഡ് ഗേറ്റ് ഔട്ട്പുട്ട് വിൽ ബി ലോ ഇഫ് ദ 2 ഇൻപുട്ട്സ് ആർ ഡാഷ്. എന്താണ്? രണ്ട് ഇൻപുട്ടും എന്താവുമ്പോഴാണ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ലോ അല്ലെങ്കിൽ 0 ആവുന്നതെന്നാണ് ചോദ്യം. ഏതായിരിക്കുമ്പോഴാണ്? നാൻഡ് ഗേറ്റിന് ഇൻപുട്ട്സ് രണ്ടും ഹൈ ആയിരിക്കുമ്പോൾ, ദാറ്റ് ഈസ് 1 1 ആയിരിക്കുമ്പോഴാണ് ഔട്ട്പുട്ട് ലോ ആയിട്ട് മാറുന്നത് അല്ലേ. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ. നാൻഡ് ഈസ് ഈക്വൽ ടു നോട്ട് ആൻഡ് അല്ലേ. For AND gate, output is 1 only when A is equal to 1 and B is equal to 1. So, NAND output is 0 only when inputs are
1 and 1. All other combination give in output 1 അല്ലേ? ബാക്കി എല്ലാ കോമ്പിനേഷനിലും ഔട്ട്പുട്ട് 1 ആയിരിക്കും. 1 കിട്ടുന്ന സമയത്ത് മാത്രമായിരിക്കും നാൻഡ് ഗേറ്റിൽ ഔട്ട്പുട്ട് 0 ആയിട്ട് കിട്ടുക. നമ്മൾ പറഞ്ഞ കാര്യമാണ്. 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് PSCന്ന്. അടുത്ത ചോദ്യം, ഇൻ എ ലോജിക് ഗേറ്റ് ദ ഔട്ട്പുട്ട് ഈസ് ലോ only when both inputs are high or only when both inputs are low and the output is high otherwise then the logic gate is dash. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നല്ല കൺഫ്യൂസിങ് ആയിട്ട് തോന്നും അല്ലേ? പക്ഷേ ഒരു കാര്യമില്ല. എന്താണ് ഈ ക്വസ്റ്റ്യൻ എന്നൊന്ന് ഒരു 2 തവണ വായിക്കണം. എന്താ ചോദിച്ചേക്കുന്നത്? 2 ഇൻപുട്സും ലോ ആയിരിക്കുമ്പോഴും അതുപോലെ 2 ഇൻപുട്സും ഹൈ ആയിരിക്കുമ്പോഴും നമ്മുടെ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അങ്ങനെയുള്ള ലോജിക് ഗേറ്റ് ഏതെന്നാണ് ചോദ്യം. ബാക്കി എല്ലാ സമയത്തും എങ്ങനെയായിരിക്കും? ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇവിടെ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. 2 ഇൻപുട്ടും ഹൈ അല്ലെങ്കിൽ 2 ഇൻപുട്ടും ലോ. അങ്ങനെ ഇരിക്കുന്ന 2 സിറ്റുവേഷനിലും ഔട്ട്പുട്ട് 0 കിട്ടണം അല്ലെങ്കിൽ ലോ കിട്ടണം. അത് ഏതെന്നാണ് ചോദ്യം. ഏതാണ്? XOR ഗേറ്റ് ആണ് അല്ലേ? നോക്കിക്കേ, ഔട്ട്പുട്ട് ലോ വെൻ ഇൻപുട്സ് ആർ സെയിം, ഹൈ വെൻ ഇൻപുട്സ് ആർ ഡിഫറെൻറ്റ്. അതാണ് നമ്മുടെ XOR ഗേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം വായിക്കുമ്പോൾ ആദ്യമേ ഒന്ന് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. പക്ഷേ 2 തവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അല്ലേ? നോക്കിക്കേ, എന്താ നമ്മുടെ XOR ഗേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇൻപുട്സ് സെയിം ആയിരിക്കുമ്പോൾ, അത് ലോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൈ ആയിക്കോട്ടെ, രണ്ടും സെയിം ആയിട്ട് വരുമ്പോൾ എന്തായിരിക്കും? ഔട്ട്പുട്ട് എപ്പോഴും 0 ആയിരിക്കും അല്ലെങ്കിൽ ലോ ആയിരിക്കും. അതാണ് XOR ഗേറ്റിൻ്റെ പ്രത്യേകത. ഇനി ഇൻപുട്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 0 1 അല്ലെങ്കിൽ 1 0 അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് എപ്പോഴും ഹൈ ആയിരിക്കും, ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇതാണ് XOR ഗേറ്റിൻ്റെ കാര്യം. ഇത് 2023 PSCയിൽ തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കോളൂ. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ആസ് എ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ കമ്പ്യൂട്ടർ പ്രോസസ്സർ? ഒരു കമ്പ്യൂട്ടർ പ്രോസസ്സറിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കായിട്ട് ഏതാ ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? ലോജിക് ഗേറ്റ് ആണ്. ഓൾ CPU ഓപ്പറേഷൻസ് ആർ ബിൽഡ് യൂസിങ് മില്യൺസ് ഓഫ് ലോജിക് ഗേറ്റ്സ്. എന്താണ്? എല്ലാ CPU ഓപ്പറേഷൻസും നമ്മൾ ഒരുപാട് മില്യൺസ് ഓഫ് ലോജിക് ഗേറ്റ്സ് വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതാണ് പറയുന്നത്. ഇത് PSC എൻജിനീയറിംഗ് അസിസ്റ്റൻറ്റ് 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, വിച്ച് ഗേറ്റ് ഔട്ട്പുട്ട്സ് 1 ഈവൻ ഇഫ് ഓൺലി 1 ഓഫ് ദ ഇൻപുട്ട്സ് ഈസ് 1? എന്താണ്? ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാൽ തന്നെ നമ്മുടെ ഔട്ട്പുട്ട് 1 കിട്ടുന്നത് ഏത് ലോജിക് ഗേറ്റിലാണെന്നാണ് ചോദ്യം. ഏതിലാണ്? OR ഗേറ്റിലാണ് അല്ലേ? റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ, ഓർ ഗീവ്സ് 1 ഇഫ് എനി ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 1. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് 1 തരും. ആര്? OR ഗേറ്റ്. ഇത് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് ചോദിച്ചേക്കുന്നത് SSCക്കാണ്. SSC 2021 ഷിഫ്റ്റ് 1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, എ ലോജിക് ഗേറ്റ് യൂസ്ഡ് ഇൻ പാരിറ്റി ചെക്കർ സർക്യൂട്ട്സ്. അതായത് പാരിറ്റി ചെക്കർ സർക്യൂട്ട്സിൽ ഉപയോഗിക്കുന്നത് ഏത് ലോജിക് ഗേറ്റ് ആണെന്നാണ് ചോദ്യം. എന്താണ് ഈ പാരിറ്റി ചെക്കിംഗ് എന്നറിയാമോ? അതായത് കമ്പ്യൂട്ടേഴ്സിലൊക്കെ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴോ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴോ ഡേറ്റയിൽ എന്തെങ്കിലും ഇറർ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്, അതാണ് ഈ പാരിറ്റി ചെക്കിംഗ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഏത് ലോജിക് ഗേറ്റാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? XOR ഗേറ്റ് ആണ്. നോക്കിക്കേ, XOR ഔട്ട്പുട്ട്സ് 1 ഫോർ ഓഡ് നമ്പർ ഓഫ് വൺസ് ഡിറ്റക്ട്സ് പാരിറ്റി. ഇത് UPSC IS ലെവൽ ക്വസ്റ്റ്യൻ ആണ്. IAS UPSC ക്വസ്റ്റ്യൻസിലാണ് കൂടുതലും ഈ XOR XNOR ഒക്കെ ചോദിച്ച് കാണുന്നത്. PSC റയറായിട്ട് ചോദിക്കാറുണ്ട്. എന്തായിരുന്നാലും പഠിച്ചു വെച്ചോ. അടുത്ത ചോദ്യം, എ ലോജിക് ഗേറ്റ് ഹൂസ് ഔട്ട്പുട്ട് ഈസ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് OR ഗേറ്റ് ഈസ് ഡാഷ്. എന്താണ്? OR ഗേറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഔട്ട്പുട്ട് തരുന്ന ലോജിക് ഗേറ്റ് ഏതെന്നാണ് ചോദ്യം. ഏതാണ്? NOR ഗേറ്റ് അല്ലേ? NOR എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നോട്ടും ഓറും കൂടെ. ഓപ്പോസിറ്റ് ഓഫ് OR ആയിരിക്കും ആര് തരിക? ഓപ്പോസിറ്റ് റിസൾട്ട് ഓഫ് OR ആയിരിക്കും NOR തരിക. ഇത് SSC 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോജിക് ഗേറ്റ്സ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ഇക്വാലിറ്റി? എന്താണ്? ഇക്വാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏത് ലോജിക് ഗേറ്റ് ആണെന്നാണ് ചോദ്യം. ഏതാണ്? XNOR ആണ്. എന്താ? XNOR ഔട്ട്പുട്ട്സ് 1 വെൻ ബോത്ത് ഇൻപുട്ട്സ് ആർ ഈക്വൽ. ഇക്വാലിറ്റി
കമ്പാരേറ്റർ, അതായത് എന്താണ്, XNOR ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. XNOR എപ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് 1 തരിക? 2 ഇൻപുട്ടും ഈക്വൽ ആയിരിക്കുമ്പോൾ. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇക്വാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. UPSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണേ. അടുത്ത ചോദ്യം, XNOR ഗേറ്റ് ഗീവ്സ് ഔട്ട്പുട്ട് 1 വെൻ ഡാഷ്. എന്താണ്? XNOR ഗേറ്റ് ഔട്ട്പുട്ട് 1 തരുന്നത് എപ്പോഴെന്നാണ് ചോദ്യം. എപ്പോഴാണ്? ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഇൻപുട്ട്സ് ആർ സെയിം. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്സ് സെയിം ആയിരിക്കുമ്പോഴാണ് XNOR ഔട്ട്പുട്ടായിട്ട് 1 തരുന്നത്. XNOR വർക്ക്സ് ആസ് ഇക്വാലിറ്റി ഗേറ്റ് അല്ലേ? ഇക്വാലിറ്റി ഗേറ്റ് ആയിട്ടാണ് XNOR വർക്ക് ചെയ്യുന്നത്. ഏതിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ RRPക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, വിച്ച് ലോജിക് ഗേറ്റ്സ് ഔട്ട്പുട്ട്സ് 1 ഓൺലി ഇഫ് ഓൾ ഇൻപുട്ട്സ് ആർ 0. എന്താണ്? എല്ലാ ഇൻപുട്ട്സും 0 ആയിരിക്കുമ്പോൾ മാത്രം നമുക്ക് ഔട്ട്പുട്ട് 1 തരുന്ന ലോജിക് ഗേറ്റ് ഏതെന്നാണ് ചോദ്യം. ഏതാണ്? നോർ ഗേറ്റ് ആണ് അല്ലേ? നോർ എന്ന് വെച്ചാൽ നോട്ടും ഓറും കൂടെ ഉള്ളത്. അപ്പോൾ ഓൺലി 0 പ്രൊഡ്യൂസസ് ഔട്ട്പുട്ട് 1 അല്ലേ? 0 ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് തരൂ? ഔട്ട്പുട്ടായിട്ട് 1 തരൂ. ഏത് ഗേറ്റ്? നോർ ഗേറ്റ്. ഇത് ഏതിൽ ചോദിച്ചതാണ്? കേരള PSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 2017 പോളിടെക്നിക് ടെക്നീഷ്യൻ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ നമ്മൾ ഇന്ന് ലോജിക് ഗേറ്റ്സ് എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ടോപ്പിക്കായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. കാരണം എന്തെന്ന് വെച്ചാൽ എന്താണ്, എല്ലാം റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത. ഒരുപാട് തവണ ചോദിക്കാറുണ്ട് ലോജിക് ഗേറ്റ്സ് എന്ന്, പക്ഷേ റിപ്പീറ്റിംഗ് ആയതുകൊണ്ടാണ് ഒരുപാട് ലെങ്തി ആവാതിരുന്നത് വീഡിയോ. ഇനി അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3 ആണ്. ഞാൻ എല്ലാവരോടും ചോദിച്ചു ഏത് മൊഡ്യൂളാണ് വേണ്ടതെന്ന്. മൊഡ്യൂൾ 3 ആണോ മൊഡ്യൂൾ 4 ആണോ ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ കൂടുതൽ പേരും മൊഡ്യൂൾ 3 മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മൊഡ്യൂൾ 3 തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് മൊഡ്യൂൾ 3ലെ റിഫ്ലക്ഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്